ഹലോ യൂട്യൂബ് ഫാമിലി. കുറച്ച് ദിവസം മുമ്പ് ഒരു യൂട്യൂബിലുള്ള ഒരു കമൻറ്റ് കണ്ടതാണ്. ഡിവോഴ്സ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു റീഡിങ് ഇടാമോ? ഓഫ് കോഴ്സ്, ഡിവോഴ്സ് ചെയ്ത ആൾക്കാർക്ക് റീഡിങ് ഇടാമല്ലോ. നിങ്ങൾ ഡിവോഴ്സ് ചെയ്തോന്നൊന്നുമില്ല, വാട്ട് യുവർ പേഴ്സൺ ഇസ് ഫീലിംഗ് ടുവേർഡ്സ് യു എന്നുള്ളതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാലും യൂണിവേഴ്സ് ഡിവോഴ്സ് ചെയ്ത ആൾക്കാർക്ക് മാത്രം എന്താ പറയുക, സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഒരു വീഡിയോ കേട്ടോ. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് എടുക്കാൻ പോവാണ്. സോ നിങ്ങൾ നിങ്ങളുടെ എക്സ് ഹസ്ബൻഡ് അല്ലേ, ആളെ മനസ്സിൽ വിചാരിക്കുക, അല്ലെങ്കിൽ എക്സ് വൈഫിനെ മനസ്സിൽ വിചാരിച്ചിട്ട് കാണാവുന്നതാണ്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ക്ലയൻസ്, എൻ്റെ സോൾ ട്രൈബ്, എൻ്റെ യൂട്യൂബ് ഫാമിലി, ഇവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൃത്യമായിട്ട് ഇവരുടെ പേഴ്സൺ എന്താണ് ഇവർ മനസ്സിൽ വിചാരിക്കുന്നത്, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവരുടെ പേഴ്സൺ എന്താണ് ഇവരെ കുറിച്ചിട്ട് മനസ്സിൽ വിചാരിക്കുന്നത്, യൂണിവേഴ്സ് ഏറ്റവും കൃത്യമായിട്ടുള്ള ആൻസർ എനിക്ക് തരണേ. മദർ യൂണിവേഴ്സ് ഏറ്റവും കൃത്യമായിട്ടുള്ള ആൻസർ എനിക്ക് തരണേ. ഇവരുടെ പേഴ്സൺ എന്താണ് ഇവരെ കുറിച്ചിട്ട് മനസ്സിൽ വിചാരിക്കുന്നത്, നിങ്ങളുടെ എക്സ് എന്താണ് നിങ്ങളെ കുറിച്ചിട്ട് വിചാരിക്കുന്നത് നോക്കാം. ഇവിടെ എനിക്ക് ഏസ് ഓഫ് വോൺസ് കാണുന്നു, ഇറ്റ്സ് ഗുഡ്. വേൾഡ് കാണുന്നു, ഇറ്റ്സ് ഗുഡ് അഗെയിൻ. നല്ല കാർഡ്സ് ആണ് രണ്ടെണ്ണം. ടു ഓഫ് സോർട്സ്, നോ. നെക്സ്റ്റ് ലവേഴ്സ്, ഇറ്റ്സ് ഗുഡ്. ലവേഴ്സ് നല്ലതാണ്. അതിൻ്റെ കൂടെ ഫുൾ, ഇറ്റ്സ് ഗുഡ്, പോസിറ്റീവ്. നോക്കാം പോസിറ്റീവ് സൈൻ എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഇവിടെ 3 ഓഫ് വാൺസും ജസ്റ്റിസും കാണുന്നുണ്ട്. കോർട്ട് കേസ്, ജസ്റ്റിസ് കാണുന്നുണ്ട്, മജീഷ്യൻ കാണുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ഏസ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് വോൺസിൻ്റെ ക്ലാരിഫിക്കേഷൻ 2 ഓഫ് കപ്സ്. വേൾഡിൻ്റെ ക്ലാരിഫിക്കേഷൻ 2 ഓഫ് വോൺസ്. 2 ഓഫ് സ്വാർഡ്സിൻ്റെ ക്ലാരിഫിക്കേഷൻ മൂൺ. ലവേഴ്സിൻ്റെ ക്ലാരിഫിക്കേഷൻ പേജ് ഓഫ് സ്വാർഡ്സ്. ഫൂളിൻ്റെ ക്ലാരിഫിക്കേഷൻ ക്യൂൻ ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, ഇവിടെ 3 ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അവർ നിങ്ങളെ കുറിച്ചിട്ട് എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളതിന് ഒരു മനസ്സിലൊരു തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട്. അവർ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ ഒരു ബന്ധത്തിൽ എന്തൊക്കെയാണോ സംഭവിച്ചത് നിങ്ങൾ തമ്മിൽ, അതെല്ലാം മനസ്സിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു നെഗറ്റിവിറ്റി ആണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അവരറിഞ്ഞോ അറിയാണ്ടെയോ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അതെനിക്ക് മനസ്സിലായി. 2 ഓഫ് കപ്സിൻ്റെ ക്ലാരിഫിക്കേഷൻ 9 ഓഫ് വോൺസ്. ഇവിടെ ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം എന്ന് ഉറപ്പാണ്. അവർക്ക് മിണ്ടണം എന്നുണ്ട്. ഏസ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അത് തന്നെ ഇപ്പുറത്ത് ഫൂളാണ് നിൽക്കുന്നത്. അവർക്കൊരു ധൈര്യമില്ല, പക്ഷെ ഇപ്പോൾ ധൈര്യം ആയി വരുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് മിണ്ടണം എന്നുണ്ട്. കാര്യം നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, ആ ഒരു ഇമോഷണൽ ബോണ്ടേജ് ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. പക്ഷേ അവരൊരുപാട് കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ എനിക്ക് 9 ഓഫ് വോൺസ് വന്നിട്ടുണ്ട് കണ്ടോ. അവരൊരുപാട് കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. എന്താണ് അവർ ഓവർ തിങ്ക് ചെയ്യുന്നത്? നിങ്ങൾ തമ്മിൽ പറ്റിയ പറ്റ് എന്താണോ ഇങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇത്രയും വിഷമം ഉണ്ടായത്, നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള വഴക്കുകൾ അല്ലെങ്കിൽ വിഷമങ്ങൾ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളവരെ പറ്റിച്ചു എന്ന് തന്നെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അവർ നിങ്ങളെ പറ്റിച്ചു, അങ്ങനെ ആരൊക്കെയോ ചതിച്ചു, പറ്റിച്ചു, ഇങ്ങനെയൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതാണ് അവർക്ക് ആ ഒരു അവർ വന്നിട്ടില്ലെങ്കിൽ ആ ഒരു ബ്ലോക്കേജ് വരുന്നത്. അതുകൊണ്ടാണ് ഏസ് ഓഫ് വോൺസിന്റെ ക്ലാരിഫിക്കേഷൻ. അവർക്ക് നിങ്ങളോട് മിണ്ടണമെന്നുണ്ട്. കാര്യം നിങ്ങളിവിടെ ക്യൂൺ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയിൽ ഇരിക്കുകയാണ്. വാട്ട് ഇസ് ക്യൂൺ ഓഫ് പെന്റക്കിൾ എനർജി? നിങ്ങൾ വെരി അട്രാക്റ്റീവ് കേട്ടോ, വെരി അട്രാക്റ്റീവ്, വെരി ഇൻഡിപെൻഡന്റ്. അതാണ് അവർക്ക് മനസ്സിലാവുന്നത്. അവർ വിട്ടിട്ട് പോയിട്ടും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഉള്ള ബന്ധം അവസാനിച്ചിട്ടും നിങ്ങൾ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ആ ഒരു എനർജിയിൽ ഇരിക്കുകയാണ്. ഇവിടെ വേൾഡ് വന്നിട്ടുണ്ട്. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ പേജ് ഓഫ് കപ്സ്. ഇപ്പോഴും നിങ്ങളോട് ഇഷ്ടമുണ്ട്, പക്ഷേ എന്താണ് ക്യൂൺ ഓഫ് വോൺസിന്റെ ക്ലാരിഫിക്കേഷൻ? 2 മനസ്സാണ്. അതാണ് എനിക്ക് കാണുന്നത്. ക്യൂൺ ഓഫ് വോൺസ് 2 മനസ്സുണ്ട്. അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ക്യൂൺ ഓഫ് വോൺസിന്റെ ക്ലാരിഫിക്കേഷൻ നിങ്ങളോട് അട്രാക്ഷൻ ഉണ്ട്. യു ആർ ദ ഡ്രീം കം ട്രൂ. അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു നിങ്ങളോളം എന്താ പറയുക ആരും എത്തിയിട്ടില്ല അവരുടെ ലൈഫിൽ. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. 2 ഓഫ് സ്വാർഡ്സിന്റെ ക്ലാരിഫിക്കേഷൻ എന്തൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ട് ഇവിടെ. അവർക്കൊരു തീരുമാനം എടുക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. മൂണിന്റെ എനർജി എന്ന് പറയുന്ന ഹാൻഡ്മാൻ ആണ്. എല്ലാം സ്റ്റക്കാണ്. അവർ ഇമോഷണലാണ് ഭയങ്കര. നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെയുള്ള പോസിറ്റീവ് തോട്ട്സും ഉണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ പറഞ്ഞല്ലോ പറ്റിയെന്ന് ഓർത്തിരിക്കുന്നു. നെഗറ്റീവ് തോട്ട്സും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഓവറോൾ പറഞ്ഞാൽ ഒരു സ്റ്റക്കായിട്ടുള്ള അവസ്ഥ. ലവേഴ്സ് വന്നിട്ടുണ്ട്. എന്തായാലും കേട്ടോ, എന്തായാലും ഈ ബന്ധത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യണം എന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട്. പക്ഷെ അതിന്റെ ക്ലാരിഫിക്കേഷൻ പേജ് ഓഫ് സ്പോർട്സ്, അതിന്റെ ക്ലാരിഫിക്കേഷൻ 5 ഓഫ് കപ്സ്. പക്ഷെ റിഗ്രറ്റ് ആണ്,
ഭയങ്കര ഡീപ്പ് റിഗ്രറ്റിലിരിക്കുന്നുണ്ട്. അതാണ് അവസ്ഥ. ഫൂളിൻ്റെ ക്ലാരിഫിക്കേഷൻ ക്യൂൺ ഓഫ് പെൻഡക്കിൾസിൻ്റെ ക്ലാരിഫിക്കേഷൻ 5 ഓഫ് വോൺസ്. പിന്നെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോട് മിണ്ടി വരണം എന്നുണ്ട്, പക്ഷെ വരാനായിട്ട് സമ്മതിക്കാത്ത രീതിയിലുള്ള ഒരു എനർജി ഒരു പ്രായമുള്ള ആളാണെന്ന് തോന്നുന്നു. ആ എനർജി ഇതിൻ്റെ ഇടയിലുണ്ട്. കണ്ടോ, ഈ എനർജി ഇരിക്കുന്നതാണ് പ്രശ്നം. അവർ കോൺഫ്ലിക്റ്റ് ആണ്, അവർ വഴക്കിടും, അവർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് അവർക്ക് പൂർണ്ണമായിട്ട് വരാനായിട്ട് പറ്റാത്തത്. ഇതാണ് എനിക്ക് കാണുന്ന എനർജി. കേട്ടോ, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അകന്നാൽ മാത്രമേ അവർക്ക് വരാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യുക, കാര്യങ്ങൾ ചോദിച്ചറിയാം. ജനറൽ റീഡിംഗ് ആണ്. എനിവേ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ പല ആൾക്കാരുടെ എനർജി കണക്റ്റ് ആവുന്നുണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. സോ തേർഡ് പാർട്ടി റിമൂവൽ സ്പെൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാത്രമേ ഞാൻ സ്പെല്ലും കാര്യങ്ങളും പറയുള്ളൂ. എല്ലാവർക്കും വാരി വലിച്ച് സ്പെല്ല് ചെയ്യാൻ പാടില്ല. സോ ഞാൻ സ്പെല്ലും കാര്യങ്ങളും പറയുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കിയിട്ടായിരിക്കും. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുമ്പോൾ മാക്സിമം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് റിപ്ലൈ വൈകിയാലും ഞാനത് തരുന്നുണ്ടാവും. കാര്യം ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നതുകൊണ്ട് റിപ്ലൈ തരാൻ കുറച്ചൊന്ന് ലേറ്റ് ആവുന്നുണ്ടാവും. സ്റ്റിൽ അഗെയിൻ ഞാൻ പിന്നെയും പറയാണ്, ഞാൻ ട്രൈ ചെയ്യും. കേട്ടോ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ക്ലൂസ് എടുക്കാം. എനിവേ യൂണിവേഴ്സ് ഇവർക്ക് വേണ്ടി കുറച്ച് ക്ലൂസ്, എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലൂസ്? അവിട്ടം, ഓഫീസ് സ്റ്റാഫ്, ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടോ? ജോർജിയ എന്നൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. ബാബു ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ദെഹ്റാദൂണിനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് പ്ലീസ്. ആസാം, ടീ ലവേഴ്സ് ഒക്കെ ഉണ്ടോ? ആസാം ഇസ് ഫേമസ് ഫോർ ടീസ് അല്ലേ? ടീ ലവേഴ്സ് ഒക്കെ ഉണ്ടോ? നവംബർ, സർജനൊക്കെ ഉണ്ടോ ഇക്കൂട്ടത്തില്? കമന്റ് ഡൗൺ. എത്തിയോപ്പിയ എന്നൊക്കെ ആൾക്കാർ കാണുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. ഹായ്. ബാംഗ്ലൂരിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബിലോ. ഡിവോഴ്സ് എന്ന് പറയുന്നതേ നിങ്ങൾക്ക് എന്താ പറയുക, എനിക്കൊന്നും മനസ്സിലാകാണ്ടല്ല കേട്ടോ. പാലക്കാടുകാരൻ്റെ കമൻറ്റ് നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാവും കേട്ടോ. ഞാനും ഒരുപാട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്ത് എൻ്റെ ലൈഫിൽ മുന്നോട്ട് വന്ന ഒരാളാണ്. എനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പോകുന്ന അവസ്ഥ മനസ്സിലാവും. പക്ഷെ എന്നിട്ടും എന്താണ് ചിലപ്പോൾ അജീഷ് എന്താണ് ഇതുകൊണ്ട് ഇത്രയും പോസിറ്റീവായിട്ട് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ഡിവോഴ്സിൻ്റെ കാര്യം പറയുമ്പോഴും ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ 84 പറയുന്നതെന്ന് വെച്ചാൽ എന്താ, എനിക്കത് ഫേസ് ചെയ്ത് മനസ്സിലായി. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന കുറച്ച് നല്ല മനുഷ്യരുണ്ട്. അവർക്ക് വേണ്ടിയെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കണം, അവർക്ക് വേണ്ടിയെങ്കിലും പോസിറ്റീവായിട്ടിരിക്കണം എന്ന് ഫീൽ ചെയ്തത് കൊണ്ടാണ് ഞാനിങ്ങനെ പോസിറ്റീവായിട്ടിരിക്കുന്നത്. നമ്മൾ കരയോ വിഷമിക്കുകയോ ചെയ്താൽ നമുക്ക് ചുറ്റുമുള്ളവർക്കെങ്കിലും വിഷമമായിരിക്കും. സോ ആ ഒരു വിഷമം അവർക്ക് കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മാക്സിമം പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ. നമുക്ക് ലൈഫാണ്, പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലംസിനെ എങ്ങനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിലാണ് കഴിവിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഒരു ഏഞ്ചൽ മെസ്സേജ് കൂടെ എടുക്കാം. മദർ യൂണിവേഴ്സ് ഇവർക്ക് വേണ്ടിയിട്ടൊരു ഏഞ്ചൽ ഗൈഡൻസ് വേണം, ഏറ്റവും കൃത്യമായിട്ടുള്ള ആൻസർ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഹെർമിറ്റ് ആണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു മെൻറ്റർ ഉണ്ടാവും. മേ ബി നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരാൾ വരുന്നുണ്ടാവാം കേട്ടോ. ഇവിടെ കുറച്ച് ഒരു തേർഡ് ഐ ചക്ര നിങ്ങൾക്കും ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. നിങ്ങൾ ഈ മുട്ടുവിൻ തുറക്കപ്പെടും എന്നൊക്കെ പറയില്ലേ, അപ്പം മുട്ടുവിൻ തുറക്കപ്പെടും. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആ കാര്യം അന്വേഷിച്ച് മുന്നോട്ട് പോയാലേ നിങ്ങൾക്കത് കിട്ടുള്ളൂ കേട്ടോ. നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് പറയുന്ന അതാണ്. നിങ്ങൾക്ക് നല്ല കൗൺസിലിംഗ് തരാൻ, സ്നേഹത്തോടെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് നിങ്ങളൊരു വണ്ടർഫുൾ ഒരു മെൻറ്ററെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് എനിക്ക് കാണുന്നത്. അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പേഴ്സൺ കേട്ടോ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഒരു പക്ഷേ ഈ ഒരു കാര്യവും പറഞ്ഞ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ടാരറ്റ് റീഡിങ് കാണുന്നത് ഞാനാണെങ്കിൽ മേ ബി എനിക്ക് സന്തോഷം കേട്ടോ.
ഇങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റി. ഒരുപാട് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് നിങ്ങൾക്ക് കിട്ടാനുണ്ട്. സന്തോഷിക്കുക, മനസ്സിന് സന്തോഷം കൊടുക്കുക. വെറുതെ മനസ്സ് വിഷമിപ്പിച്ചൊന്നും മുന്നോട്ട് പോവില്ല. മെഡിറ്റേഷൻ ചെയ്യുക, കുറച്ച് നേച്ചറിലൊക്കെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യുക. ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്യുക. റൂട്ട് ചക്രയൊക്കെ ബ്ലോക്കേജ് വന്നാൽ ഇതെല്ലാം അതിൻ്റെ അപ്പുറം നടക്കും. അതുകൊണ്ട് റൂട്ട് ചക്ര ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടെങ്കിൽ കളയുക. സൈക്രൽ ചക്ര മെഡിറ്റേഷൻ ചെയ്യുക കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഏഞ്ചൽസിന് നിങ്ങളോട് ഇഷ്ടമാണെന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാനൊന്നും ആരുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെൻറ്റർ നിങ്ങൾ തന്നെ, യു ആർ യുവർ മെൻറ്റർ എന്നൊരു സ്റ്റേജിൽ മുന്നോട്ട് പോവാം. എനിക്ക് പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിട്ടില്ല എൻ്റെ ലൈഫിൽ. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു തരാനൊന്നും അങ്ങനെ അറിയില്ല. അപ്പം ഞാൻ ചെയ്യുന്നത് എൻ്റെ മെൻറ്റർ ഞാനായി തന്നെ മാറി ഞാൻ മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ലൈഫാണ്, പ്രോബ്ലംസ് വരും, അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. വെറുതെ വിഷമിച്ചിരുന്നിട്ട് എന്താണ് ഒരു കാര്യമില്ല. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.